ഓക്കേ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട്? ഇവിടെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ന് നവംബർ 20 വ്യാഴാഴ്ചയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മൾ തുടങ്ങുന്നതിനു മുൻപ് ഞാൻ കുറച്ച് പേർക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ചാറ്റ് ഏരിയയിലെ അഡ്മിനായ ജോൺ ബാറില്ലയ്ക്ക്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ഇത് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നു. എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ട ഭാരം കുറയ്ക്കുന്നു. കേണൽ ഡാനിയൽ ലീക്കും നന്ദി, നിങ്ങളുടെ സൂപ്പർ സ്റ്റിക്കറിന്. വളരെ ദയവായി. എല്ലാ ടീം ക്ലബ്ബേഴ്സിനും, നിങ്ങൾ എല്ലാവരും പച്ചവേഷത്തിലാണ്. ഞാൻ നിങ്ങളെ കുറച്ചൊന്ന് അവഗണിച്ചു. എന്നാൽ അതിന് പരിഹാരമായി, ഈ ലൈവ് തീരുന്നതുവരെ എല്ലാവരും ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും നല്ലൊരു ഷൗട്ടൗട്ട് തരാം. തീർച്ചയായും പച്ചവേഷത്തിലുള്ള എല്ലാവർക്കും, ടീം ക്ലബ്ബേഴ്സിനും ഒപ്പം തുടങ്ങാം. അതിനാൽ അവസാനം വരെ കാത്തിരിക്കുക. ഈ ചാനലിൽ എന്നെ പിന്തുണച്ചതിന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഷൗട്ടൗട്ട് നൽകാം. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നത് ശക്തമായ സർക്കിളുകൾ കെട്ടിപ്പടുക്കുന്നതിന് നല്ല ആശയവിനിമയം അത്യാവശ്യമാണ് എന്നതാണ്. തീർച്ചയായും ഇത് വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. അതായത് നമ്മുടെ സ്വന്തം സർക്കിളുകൾ നിർമ്മിക്കാൻ ലിങ്കുകൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഗവേഷണം ചെയ്യുമ്പോൾ എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. ശക്തമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ ശക്തമായ സർക്കിളുകൾ കെട്ടിപ്പടുക്കുന്നത് എന്താണ്? എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശയവിനിമയമാണ്. നല്ല ആശയവിനിമയം ഏതൊരു ഗ്രൂപ്പിലും അല്ലെങ്കിൽ സർക്കിളിലും വിശ്വാസം, സഹകരണം, പരസ്പര ധാരണ എന്നിവയുടെ അടിത്തറയാണ്. ഈ പ്രസ്താവന കൃത്യമാണ്. ഇത് വ്യക്തിബന്ധങ്ങളിലും ജോലിസ്ഥലത്തും പ്രത്യേക സംസാര ഗ്രൂപ്പുകളിലും സത്യമാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാവരും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം കൂടുതൽ കാണുമെന്നും ബിസിനസ് ചെയ്യുന്ന പഴയ രീതികളിലേക്ക് നമ്മൾ പൂർണ്ണമായും തിരിച്ചുപോകുമെന്നും ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു. അതായത് നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നേരിട്ട് ഇടപഴകുക. നമ്മൾ എങ്ങനെ സർക്കിളുകൾ നിർമ്മിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെ എങ്ങനെ സമീപിക്കുന്നു, ആ ബന്ധം എങ്ങനെ വളർത്തുന്നു എന്നതിലെല്ലാം ഇത് വ്യക്തമായി വരുന്നു. ഇതെല്ലാം ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശക്തമായ സർക്കിളുകൾ കെട്ടിപ്പടുക്കുന്നതിലെ പ്രധാന ഘടകങ്ങൾ ഇതാ: വിശ്വാസവും സഹാനുഭൂതിയും. തുറന്ന, സത്യസന്ധമായ, സുതാര്യമായ ആശയവിനിമയം അംഗങ്ങൾക്കിടയിൽ വിശ്വാസം വളർത്താൻ സഹായിക്കുന്നു. സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളോടും കാഴ്ചപ്പാടുകളോടും ആത്മാർത്ഥമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നു. എല്ലാവരും വ്യത്യസ്ത നിലകളിലാണ്, എല്ലാവരും മറ്റൊരാളെപ്പോലെ ബുദ്ധിയുള്ളവരല്ല, അറിവുള്ളവരല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും നിങ്ങളെപ്പോലെ അതേ നിലയിലല്ലെന്ന് മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ്. മറ്റുള്ളവരുടെ ധാരണ നിങ്ങളെപ്പോലെ വ്യക്തമായിരിക്കില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒത്തുതീർപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇത് നിങ്ങളുടെ ശക്തമായ ടീമുകളെ വളർത്താൻ സഹായിക്കും. ശ്രദ്ധിക്കൽ. ഇത് ഒരു നിർണായക ഘടകമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് ഏറ്റവും മികച്ച പ്രഭാഷകരിൽ ചിലർ. പ്രതികരിക്കുന്നതിന് പകരം മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സന്ദേശം ശരിയായി മനസ്സിലാക്കി എന്ന് സ്ഥിരീകരിക്കുക. ഇത് ഓരോ വ്യക്തിക്കും തങ്ങളെ കേൾക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്നും തോന്നിപ്പിക്കുന്നു. വ്യക്തതയും സംക്ഷിപ്തതയും. വ്യക്തവും സംക്ഷിപ്തവുമായ സന്ദേശങ്ങൾ തെറ്റിദ്ധാരണകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും മറ്റ് അംഗങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ അത് വ്യക്തവും സംക്ഷിപ്തവും കൃത്യവുമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് തെറ്റിദ്ധാരണകളും തെറ്റായ വ്യാഖ്യാനങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. ഫീഡ്ബാക്കും തുറന്ന സംഭാഷണവും. പ്രോത്സാഹനജനകവും ക്രിയാത്മകവുമായ ഫീഡ്ബാക്ക് നൽകുന്നത് തുടർച്ചയായ പുരോഗതിക്കും എല്ലാവരും ഒരേ താളത്തിലാണെന്ന് ഉറപ്പാക്കാനും അനുവദിക്കുന്നു. അംഗങ്ങൾക്ക് പരിഹാസത്തെ ഭയപ്പെടാതെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം നവീകരണത്തെയും പങ്കിട്ട ലക്ഷ്യബോധത്തെയും പരിപോഷിപ്പിക്കുന്നു. ഒരു മണ്ടൻ ചോദ്യം എന്നൊന്നില്ല. ഒരാൾക്ക് ഒരു ചോദ്യമുണ്ടെങ്കിൽ മറ്റൊരാളും അത് ചിന്തിക്കുന്നുണ്ടാകും. തർക്കപരിഹാരം. തെറ്റിദ്ധാരണയാണ് പലപ്പോഴും തർക്കങ്ങളുടെ കാരണം. നല്ല ആശയവിനിമയ രീതികൾ വിയോജിപ്പുകളെ മാന്യമായി അഭിസംബോധന ചെയ്യാനും പൊതുവായ ഒരു നിലപാട് കണ്ടെത്താനും ഉള്ള ഉപകരണങ്ങൾ നൽകുന്നു. വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ ആശയവിനിമയം നടത്താൻ പഠിക്കുമെങ്കിൽ അത് വാതിലുകൾ തുറക്കുന്ന ഒരു അത്ഭുതകരമായ കഴിവായിരിക്കും. സംസാര സർക്കിളുകളിൽ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു ആശയവിനിമയ രീതിയുണ്ട്. അവിടെ സംസാരിക്കുന്നയാൾ മാത്രം സംസാരിക്കുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. ഓൺലൈൻ മീറ്റിംഗുകളിൽ കൈ ഉയർത്താനുള്ള ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇത് അനുകരിക്കാൻ കഴിയും.
ഇത് സംസാരിക്കുന്ന വ്യക്തിക്ക് ആശ്വാസം നൽകുന്നു. തങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും ഗ്രൂപ്പിന്റെ ബഹുമാനം അവിടെ ഉണ്ടാകുമെന്നും അർത്ഥമാക്കുന്നു. അതുകൊണ്ട് ശക്തമായ ആശയവിനിമയം എന്നത് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് മാത്രമല്ല, ഓരോ അംഗത്തിനും തങ്ങളെ വിലമതിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഗ്രൂപ്പിന്റെ പൊതു ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു സംസ്കാരം വളർത്തുന്നത് കൂടിയാണ്. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ്. നിങ്ങൾ എന്താണ് നേടാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങളുടെ സർക്കിളുകളുമായി ആശയവിനിമയം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് വളരെ ശക്തമായ ഒരു ഗ്രൂപ്പിനെ നിർമ്മിക്കാൻ സഹായിക്കും. എന്തായാലും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ചെറുതും മധുരവും. നാളെ ഞാൻ മറ്റൊരു വിഷയവുമായി തിരിച്ചെത്തും. ഇതും നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പോകരുത്. കാരണം ഞാൻ കുറച്ച് ഷൗട്ടൗട്ടുകൾ നൽകാൻ പോകുകയാണ്. നിങ്ങൾ പച്ചവേഷത്തിലാണെങ്കിൽ ഹലോ പറയുക. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഷൗട്ടൗട്ട് നൽകാം. കാനഡയിലെ കെയിൽ നിന്ന് തുടങ്ങാം. മൈര ക്വീനർ, ബ്ലൈ, ബ്രേക്ക് ത്രൂ വിക്ടറി വിത്ത് ആഷ്, ലെവി, സിന്ധിയ ഡിയറിംഗ്, ജാർമോ, ഹോൺലി പേരന്റ്, അബ്ദുൾ സത്താർ, മറാദസ് റോബിൻസൺ, സ്പിൻസൺ, ബെക്സ്, പ്രധാൻ, ജൂൺ, സ്രെഡ് ജന്ന, ബെൻ, റോസ് ഹിപ്പ് പാൻഡോവ്, ഹെലൻ ബാസ്റ്റഡ്, അബ്ദുൾ പട്ടേൽ, അമാദെ ബൈര ക്വീൻ, ഷേ വിഡബ്ല്യുഎ, ജെയിംസ് ഹോക്കിൻസ്, ഫോക്കസ് ഓൺ ആഷ്, ബാരിസ് കായ, ക്വീൻ സിത്തോൾ, ജോൺ ബാറില്ല, അമുൽ ഫെദെ, റോസ് മോണ്ടൽ, നുസാൻഡോസ്, രാജേഷ് കാനോർ, അഗ്രേറ്റ് കിങ്സ്, കെൻറോയ് ഗാലിയൻ, ജെമ്മറാങ്കി, നുസാൻഡോസ്. അത്രയേ ഉള്ളൂ. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ തിരിച്ചെത്തും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന എന്തെങ്കിലും താൽപ്പര്യമുള്ള വിഷയം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ വിട. ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക.